പതിവിലും 9 ദിവസം മുൻപെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്തിയിരിക്കുന്നത്. ഇതിനോടൊപ്പം വടക്കു കിഴക്കൻ തീരത്തും മഴയെത്തിയിട്ടുണ്ട്. ഇതോടെ ഇന്ത്യയിൽ 4 മാസം നീണ്ട ശക്തമായ മഴക്കാലത്തിന് തുടക്കമായിരിക്കുകയാണ്. മെയ് 23 ശേഷം ആദ്യമായിട്ടാണ് ഈ വർഷം ഇത്ര നേരത്തെ മൺസൂൺ അഥവാ തെക്കു പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ എത്തിയിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്, കർണാടക, മിസോറാം എന്നിവിടങ്ങളിലും കാലവർഷം നേരത്തെയാണ് എത്തിയിരിക്കുന്നത്. ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറിയതാണ് മഴ ഇത്ര വേഗം എത്താനും ഇത്ര വേഗത്തിൽ വ്യാപിക്കാനും കാരണമായിരിക്കുന്നതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒരേ സമയം കാലവർഷം എത്തിയെങ്കിലും രാജ്യം മുഴുവൻ മൺസൂൺ വേഗത്തിൽ വ്യാപിക്കുമെന്ന് ഇതിനർത്ഥമില്ല എന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. സാധാരണയായി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ 1 കേരളത്തിൽ ആരംഭിച്ച് ജൂലൈ 8 രാജ്യം മുഴുവൻ വ്യാപിക്കും. സെപ്റ്റംബർ 17 വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങുകയും ഒക്ടോബർ 15 പൂർണ്ണമായും പിൻവാങ്ങുകയും ചെയ്യും. ദക്ഷിണേന്ത്യയിൽ കഴിഞ്ഞ വർഷം മെയ് 30 2023 ജൂൺ 8 2022 മെയ് 29 2021 ജൂൺ 3 2020 ജൂൺ 1 2019 ജൂൺ 8 2018 മെയ് 29 മൺസൂൺ ആരംഭിച്ചിരിക്കുന്നതെന്ന് IMDയുടെ ഡാറ്റയിൽ വ്യക്തമാകുന്നുണ്ട്. കേരളത്തിൽ കാലവർഷം നേരത്തെയോ വൈകിയോ എത്തുന്നു എന്നതുകൊണ്ട് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ മഴക്കാലം എത്തില്ല. കാലാവസ്ഥയിൽ വന്ന വലിയ തോതിലുള്ള മാറ്റങ്ങൾ മൺസൂണിനെ ബാധിക്കുകയും ചെയ്യും. 2025 മൺസൂൺ സീസണിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്ന് ഏപ്രിൽ IMD പ്രവചിച്ചിരുന്നു. 2024 ഇന്ത്യയിൽ 934.8 മില്ലിലിറ്റർ മഴ പെയ്തിരുന്നു. ഇത് ശരാശരിയുടെ 108%, 2020 ശേഷമുള്ള ഏറ്റവും ഉയർന്ന മഴയുമായിരുന്നു. ഇന്ത്യയുടെ കാർഷിക മേഖലയ്ക്ക് മൺസൂൺ നിർണായകമാണ്. കാരണം കാർഷിക മേഖല ജനസംഖ്യയുടെ 42% ആളുകളുടെ ഉപജീവന മാർഗവും രാജ്യത്തിന്റെ GDPയിലേക്ക് 18.2% സംഭാവന ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മൺസൂൺ ആരംഭിച്ചതേ അതിതീവ്ര മഴയാണ് കേരളത്തിൽ ലഭിക്കുന്നതും നാശനഷ്ടങ്ങളും കുറവല്ല. 24 മണിക്കൂറിൽ 204.4 മില്ലിലിറ്റർ കൂടുതൽ മഴ ലഭിക്കുമ്പോഴാണ് അതിതീവ്ര മഴയായി കണക്കാക്കുന്നത്. മലവെള്ളപ്പാച്ചിൽ, മിന്നൽ, പ്രളയം, മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.